ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്വന്തം വീട്ടിലെ 7 പേരെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ 25-കാരിയായ ഷബ്നം അലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമം. 2008 ഏപ്രിൽ മാസത്തിൻ്റെ ഒരു പ്രഭാത സമയം. ആളുകളൊക്കെ വളരെ നിശബ്ദമായി ഉറങ്ങുന്ന ശാന്തമായ അന്തരീക്ഷമുള്ള ആ ഒരു പ്രഭാതത്തിൽ എല്ലാവരും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഉണരുന്നത്. എന്നെ രക്ഷിക്കൂ, അക്രമികളായ ആളുകൾ വന്ന് എൻ്റെ വീട്ടിലുള്ള ആളുകളെയൊക്കെ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് ഷബ്നം അലി എന്ന് പറയുന്ന 25-കാരിയായ പെൺകുട്ടി സ്വന്തം വീടിൻ്റെ ടെറസിൽ കയറിയിട്ട് ആർത്ത് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട ആളുകളൊക്കെ ഷബ്നത്തിൻ്റെ വീട്ടിലേക്ക് ഓടിക്കൂടി. ചുറ്റുഭാഗത്തുള്ള അയൽവാസികളും നാട്ടുകാരും വാർത്തകൾ കേട്ടവരൊക്കെ ഷബ്നത്തിൻ്റെ വീട്ടിലേക്കെത്തി. അങ്ങനെ വീടിൻ്റെ വാതിൽ തച്ചു തുറന്നു നോക്കുമ്പോൾ ഹൃദയഭേദകമായ രംഗമാണ് എല്ലാവരും കണ്ടത്. വീടിൻ്റെ ഉള്ളിൽ ജീവനറ്റ് കിടക്കുന്ന 7 മൃതദേഹങ്ങൾ. എല്ലാ മൃതദേഹങ്ങളുടെയും കഴുത്ത് അതിക്രൂരമായ ഒരു മൃഗീയമായ ആയുധം ഉപയോഗിച്ച് അറുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീഡിയക്കാർ വരുന്നു, പോലീസ് വരുന്നു, വാർത്തകൾ കേട്ടവർ വരുന്നു. അങ്ങനെ പല ആളുകളും ഷബ്നത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. ആരാണ് ഇത്രയും ക്രൂരമായ ഈ കൊലപാതകം ചെയ്തത്? ഷബ്നം ആർത്ത് കരയുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, പ്രിയപ്പെട്ട ബാപ്പയുണ്ട്, അതുപോലെ ജ്യേഷ്ഠന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, അതുപോലെ അവരുടെ ഭാര്യമാര്, 10 മാസം പ്രായമുള്ള തൻ്റെ സഹോദര പുത്രനെയും അവിടെ കൊല്ലപ്പെട്ട നിലയിൽ ആളുകൾ കാണുകയാണ്. ഷബ്നത്തോട് പോലീസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്, ആരാണ് വന്നത്? പല ഉത്തരങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ അവസാനം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു, കേസന്വേഷണം ആരംഭിച്ചു. കേസന്വേഷണത്തിൽ ആദ്യമായി അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എല്ലാവരുടെയും ശരീരത്തിൽ ഒരുപോലെ കാണപ്പെടുന്ന ഒരു മയക്കുമരുന്ന്. ആരാണ് അവർക്ക് മയക്കുമരുന്ന് കൊടുത്തത്? ആരാണ് അവരെ കൊന്നത്? പോലീസിന്റെ അന്വേഷണം പല രൂപത്തിലേക്ക് പോയി. അവസാനം അവരെത്തിപ്പെട്ടത് ഷബ്നത്തിലേക്കായിരുന്നു. ഷബ്നത്തിനെ പോലീസ് വളരെ കൃത്യതയോടുകൂടെ വ്യക്തമായി ചോദ്യം ചെയ്തപ്പോൾ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഷബ്നത്തിന് ഉത്തരം പറയേണ്ടി വന്നു. താനാണ് ആ ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്. പോലീസ് ചോദിച്ചു, എന്തിനാണ് മോളെ നിന്റെ പ്രിയപ്പെട്ടവരെ നീ കൊന്നുകളഞ്ഞത്? മറ്റൊന്നും ചിന്തിക്കാതെ ഷബ്നം സംഭവിച്ച കഥകൾ വളരെ വ്യക്തമായി വിശദീകരിക്കാൻ തുടങ്ങി. തൻ്റെ നാട്ടിലെ ഒരു കൂലിപ്പണിക്കാരനായ സലീം എന്നു പേരുള്ള ഒരാളുമായി താൻ പ്രണയബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിനെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഉപ്പയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബത്തിൽ ആരും അംഗീകരിക്കാത്തതാണ് ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്യാൻ എന്നെ നിർബന്ധിച്ചത് എന്നായിരുന്നു ഷബ്നത്തിൻ്റെ മറുപടി. അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തു. അവസാനം എങ്ങനെയാണ് കൊലപാതകം നിർവഹിച്ചത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ആ ക്രൂര കൃത്യത്തെക്കുറിച്ച് അവൾ വിശദീകരിക്കാൻ തുടങ്ങി. സ്കൂൾ വിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഒരു തരം മരുന്ന് സലീം എൻ്റെ കയ്യിൽ നൽകി. ആ മരുന്നുമായി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് രാത്രി എല്ലാവരും ചായ കുടിക്കുന്ന സമയത്ത് ആ ചായയിൽ ഞാൻ ആ മയക്കുമരുന്ന് കലർത്തി എല്ലാവർക്കും കൊടുത്തു. പാതിരാത്രി ഉറങ്ങാൻ കിടന്ന എല്ലാവരും മയക്കത്തിലേക്ക് വീണു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സലീമിനെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എൻ്റെ വീടിൻ്റെ കതക് തുറന്നു കൊടുത്തു. അങ്ങനെ സലീം എൻ്റെ വീട്ടിലേക്ക് വന്നു. വരുന്ന സലീമിൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു മഴ ഉണ്ടായിരുന്നു. ഈ മഴ ഉപയോഗിച്ച് ഓരോ ആളുകളുടെയും കഴുത്തുകളെ ഞങ്ങൾ വെട്ടിമാറ്റി. പല റിപ്പോർട്ടുകളും പറയുന്നത് ഓരോ ആളുകളുടെയും കഴുത്ത് വെട്ടിമാറ്റാൻ ഷബ്നം എന്ന് പറയുന്ന ഈ പെൺകുട്ടി തല പിടിച്ചു കൊടുത്തു എന്നാണ് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അവസാനം മയക്കുമരുന്ന് കഴിക്കാത്ത 10 മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ ഷബ്നം തൻ്റെ സ്വന്തം കൈകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നവൾ പോലീസിനോട് സമ്മതിച്ചു. അവസാനം പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസിന് പല തെളിവുകളും പോലീസിനെ ഈ ഷബ്നത്തിലേക്ക് നയിക്കാനുണ്ടായി. ഒന്നാമത്തെ കാരണം, വീടിൻ്റെ വാതിൽ തുറന്നതായിട്ടോ അല്ലെങ്കിൽ കുത്തി തുറന്നതായിട്ടോ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഷബ്നം ഗർഭിണിയായിരുന്നു. മറ്റൊരു തെളിവുണ്ടായിരുന്നത് ഷബ്നം തൻ്റെ കാമുകനാകുന്ന സലീമിന് വിളിച്ച ഫോൺ കോളുകളുടെ റിപ്പോർട്ടാണ്. അവസാനം ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തെ ആദ്യമായി തൂക്കിലേറ്റപ്പെടാൻ കോടതി വിധിക്കുന്ന വനിതയായി ഷബ്നം അലി എന്ന് പറയുന്ന ആ സ്ത്രീ മാറി എന്നതാണ് കഥ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കഥയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? പ്രണയം എന്ന് പറയുന്ന മഹാവിപത്ത് ഒരു മനുഷ്യനെ ചെയ്യിക്കുന്ന ക്രൂരതകളെ കുറിച്ചാണ്. പ്രണയത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു മനുഷ്യൻ ഇത്രത്തോളം ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ബാപ്പയെയും ഉമ്മയെയും പ്രിയപ്പെട്ടവരെയും അതിക്രൂരമായ വിധത്തിൽ കൊന്നുകളഞ്ഞ ഷബ്നം അലിക്ക് എന്താണ് പറ്റിയത്?
ഒരുപക്ഷെ അവൾക്ക് കാമുകനെ മറ്റൊരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ കല്യാണം കഴിക്കാമായിരുന്നു. എന്നാൽ അവൾക്കിനി മറ്റൊരു മാതാവില്ല, മറ്റൊരു പിതാവില്ല, മറ്റു സഹോദരങ്ങളില്ല. ആരുമില്ലാത്ത സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടും എന്തായിരുന്നു ശബനത്തിന്റെ മോട്ടീവ്? ഒന്നു മാത്രം, അത് പ്രണയമാണ്. ഒരു മനുഷ്യൻ മറ്റൊരാളെ പ്രണയിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട്, ഇവർ പ്രണയിക്കുന്ന സമയത്ത് എന്തും ചെയ്യാൻ തോന്നിപ്പിക്കുന്ന വൈകാരികമായ അവരുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം എന്താണ്? അതിൻ്റെ പേരാണ് പ്ലഷർ ഹോർമോൺ. ഒരു മനുഷ്യൻ, രണ്ട് വ്യക്തികൾ പരസ്പരം തമ്മിൽ പ്രണയത്തിലാകുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നതിനുള്ള പ്രധാന കാരണം അവരുടെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്ന പ്ലഷർ ഹോർമോണാകുന്ന ഡോപ്പമിനും ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോണുകളാണ്. ഈ ഹോർമോണുകൾ എത്തിക്കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ മുൻവിധികളെക്കുറിച്ചോ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചോ അവർ ചിന്തിക്കുന്നില്ല. ഏത് കുറ്റം ചെയ്യാനും അവർ തയ്യാറാവുകയാണ്. ഇവിടെ ശബനത്തെ പോലെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് വാർത്തകൾ നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മുടെ വീടുകളിലും തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആദ്യമേ ബോധവൽക്കരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. പ്രണയം ഭ്രാന്തമാണെന്നൊക്കെ കവികൾ പറയുന്നത് പോലെ, പാട്ടുകളിൽ കേൾക്കുന്നത് പോലെ, യഥാർത്ഥത്തിൽ അതൊരു ഭ്രാന്ത് തന്നെയാണ്. പ്ലഷർ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മയക്കത്തിലേക്ക് പോകാനുള്ള ഒരു ഭ്രാന്ത് തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ക്ഷമയും സമാധാനവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.